ഹായ് ഫ്രണ്ട്സ്. ആവേശം ആവേശത്തെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചധികം ആവേശമാണ്. കാരണം തിയേറ്റർ മുഴുവൻ സ്ഫോടനായിരുന്നു. ഏത് ബോക്സ് ഓഫീസ് ബോംബ് എന്ന് പറയുന്ന ആ ടൈപ്പ് സ്ഫോടനമല്ല. തിയേറ്ററിൽ ഫഹദ് ഫാസിലിൻ്റെയും സജിൻ ഗോപുവിൻ്റെയും അഴിഞ്ഞാട്ടം വിളയാട്ടം അത് കാണാൻ വേണ്ടി ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ആർക്ക്? ഒരു ടീനേജേഴ്സ് മുതൽ ഒരു 30-40 വയസ്സ് വരെയുള്ളവർക്ക് ഷുവർ ഷോട്ട് ഇത് കണക്റ്റ് ആവും. പക്ഷേ ഓരോ ആൾക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. രോമാഞ്ചം ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്, രോമാഞ്ചം ഇഷ്ടപ്പെട്ട വളരെയധികം പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നയാൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ യൂത്തിന് ഇത് പെർഫെക്റ്റ് ആയിട്ട് കണക്റ്റ് ആവും. നമ്മൾ കുറേ ഭാഷകളിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ഭാഷകളിലായിക്കോട്ടെ ഹിന്ദിയിലായിക്കോട്ടെ, മാസ് മസാല എൻ്റർടൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചവറുകൾ ഇങ്ങനെ ഇറക്കി വിടുന്നത് കാണാം. അതായത് നായകൻ നായിക, കുറച്ച് റിവഞ്ച്, ഫൈറ്റ്, പ്രേമം, പണക്കാരൻ പാവപ്പെട്ടവൻ തുടങ്ങി ക്ലീശയുടെ അങ്ങേയറ്റം. പക്ഷേ ന്യൂ ജനറേഷന് വേണ്ടി എങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു മസാല എൻ്റർടൈനർ എടുക്കാം എന്നുള്ളത് ജിത്തു മാധവനോട് ചോദിച്ചാൽ മതി. കാരണം അതാണ് ആവേശം. രോമാഞ്ചത്തിൻ്റെ കഥ പോലെ തന്നെ ചെറിയ നേർത്ത ഒരു ത്രെഡാണ് ഇതിൻ്റെത്. ഒറ്റ വാക്യത്തിൽ പറയാൻ പറ്റും. ബാംഗ്ലൂരിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, അവിടെ സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിലുള്ള പ്രശ്നം, അതിൻ്റെ ഇടയിലേക്ക് ഒരു ഗാങ്സ്റ്റർ വരുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതെങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഹൈലൈറ്റ്. അതിലേക്ക് ഒരു ഫാക്ടർ കൂടിയുണ്ട്, സുഷിൻ ശ്യാം. അത് ഇല്യൂമിനാട്ടി എന്നുള്ള സോങ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സോങ് മാത്രമല്ല, BGM ഒക്കെ വേറെ ലെവലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അഴിഞ്ഞാടായിരുന്നു സുഷിൻ ശ്യാമിൻ്റെത്. അതുപോലെ അഴിഞ്ഞാടാൻ വേണ്ടി വിട്ട വേറെ ആൾ കൂടിയുണ്ട്, ഫഹദ് ഫാസിൽ. ഫഹദ് അദ്ദേഹത്തിന്റെ കരിയറിൽ കുറെ എക്സ്ട്രീം ആയുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കുമ്പളങ്ങി നൈസിലെ ഷമ്മി ആയിക്കോട്ടെ, പുഷ്പയിലെ ഷെഖാവത്ത് ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ രംഗ എന്നുള്ള ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ഒരു ഇത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള ഫഹദിന്റെ ഒരു വേർഷൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു എനർജി ഒരു ആക്ടറിന്, ഒരു കഥാപാത്രത്തിന് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഈ കഥാപാത്രത്തിന്റെയും ഫഹദിന്റെയും റേഞ്ച്. ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസം വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ നിവിന്റെ ആ ഒരു അഴിഞ്ഞാട്ടം, അതും അഴിഞ്ഞാട്ടം തന്നെയാണ്, കണ്ട് ഞാൻ ആകെ സർപ്രൈസ് ആയിരിക്കായിരുന്നു. ഇന്നലെ ഫഹദിന്റെ അഴിഞ്ഞാട്ടം. ഈ വർഷം നോക്കിയാൽ തന്നെ മലയാളം ആക്ടേഴ്സിന്റെ ഗംഭീര പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് രണ്ട് അഭിപ്രായം ഉണ്ടെങ്കിലും മോഹൻലാലിന്റെ പെർഫോമൻസ് അതിഗംഭീരായിരുന്നു. ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി, ആടുജീവിതത്തിൽ പൃഥ്വിരാജ്. അത് അഴിഞ്ഞാട്ടമൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഡെഡിക്കേഷൻ, സമർപ്പണം, അങ്ങനെ മലയാള സിനിമക്ക് ബോക്സ് ഓഫീസിൽ നമ്മൾ കണ്ടു റിസൾട്ട് എന്താണെന്നുള്ളത്. അതുപോലെ ആക്ടേഴ്സിനും വളരെ നല്ല വർഷമാണ് 2024. ഇനി മറ്റുള്ള ആക്ടേഴ്സ്, സജിൻ ഗോപു, രോമാഞ്ചത്തിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് നമ്മൾ കണ്ടു. ഇവിടെ അതിലും മേലെയാണ്, ഒരു രക്ഷയില്ല. കോമഡിക്ക് കോമഡി, ആക്ഷൻ ഒന്നും പറയാനില്ല. പിന്നെ ഇവരെ ഗാംഗിൽ ഒരു ഊമയെ അഭിനയിക്കുന്ന ഒരാളുണ്ട്, കുറച്ച് വയസ്സായ. അയാൾ എന്താണ് ചെയ്തിരിക്കുന്നത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ കാണണം. പിന്നെ ഇതിലെ മെയിൻ ലീഡായിട്ട് വരുന്ന 3 കോളേജ് പിള്ളേഴ്സ്, അവരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടില്ല. ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂ കാണുമ്പോഴാണ് മനസ്സിലായത് ഇവർ ഗെയിമിംഗ് ഒക്കെയുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് ഒരു ചങ്ങായി, ഹിപ്സ്റ്റർ എന്ന് പേരുള്ളത്. പിന്നെ ഒരു മിഥുൻ ജയ്ശങ്കർ, പിന്നെ ഒരു ഷാനവാസ്, ഫുൾ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എല്ലാ പിള്ളേഴ്സും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുതുമുഖങ്ങളാണെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു എഫക്റ്റും അവർക്ക് ഉണ്ടായിരുന്നില്ല. നല്ല എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകൾ വന്ന് ചെയ്യുന്നത് പോലെയാണ് ഈ കോളേജ് പിള്ളേരായി അഭിനയിച്ച ടീംസ് ചെയ്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നമുക്ക് മലയാളത്തിൽ ആക്ഷൻ കോമഡി എന്നുള്ള ഒരു ജോണർ അന്യം നിന്ന് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ രാജമാണിക്കായിക്കോട്ടെ, പോക്കി രാജ, മായാവി, ചോട്ടാ മുംബൈ, അങ്ങനെ ആക്ഷനും കോമഡിയും തുല്യമായിട്ട് വരുന്ന കുറേ പടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഫഹദ് ക്യൂ സ്റ്റുഡിയോന്റെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ അല്ല, ആ ഒരു ഇന്ററാക്ഷനിൽ ഇതൊരു വേണമെങ്കിൽ എൻ്റെ ഒരു രാജമാണിക്യം പോലത്തെ ഒരു പടം, അത്ര റേഞ്ച് വരില്ലെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ് പറഞ്ഞത്. ആക്ഷൻ, കോമഡിക്ക് കോമഡി തുല്യമായ അളവിൽ. അത് ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ അതിഗംഭീരം. കോമഡി ഭൂരിഭാഗം വർക്കായിട്ട് വളരെ കുറച്ചൊക്കെ ചിറ്റി പോയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ സിനിമകളിലും അങ്ങനെ ഉണ്ടാവും. ഈ സിനിമയെക്കുറിച്ച് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പടമാണ്. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.75 ഔട്ട് ഓഫ് 5. അപ്പോൾ ചോദിക്കും ഇത്രയൊക്കെ പോസിറ്റീവ് പറഞ്ഞിട്ട് എന്തിനാണ് ഒരു 0.25 കുറച്ചത്? അത് വലിയൊരു നെഗറ്റീവ് ഒന്നുമല്ല. ഇല്യൂമിനാട്ടി എന്നുള്ള സോങ്, ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ് പടത്തിന്റെ അവസാനം ക്രെഡിറ്റ് കാണിക്കുമ്പോൾ വെച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് പടത്തിന്റെ തുടക്കത്തിലോ നടുക്കോ വേണ്ട സീനായിരുന്നു, വേണ്ട സോങ് ആയിരുന്നു. ഇനി ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. യൂത്ത് പടം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഫാമിലിക്കും ഇഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത. ഷുവർ ഷോട്ട് ഹിറ്റാണ്.
ഇന്നലെ വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആണോ ബ്ലോക്ക് ബസ്റ്റർ ആണോ എന്നൊക്കെ ഈ ക്ലാഷ് തീരുമാനിക്കും. ആടുജീവിതമുണ്ട്, വർഷങ്ങൾക്ക് ശേഷമുണ്ട്.